ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതിയാവും ഇതുണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ്. അപ്പോൾ റൈസിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 750 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പാകത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിൻ്റെ പുളി കൂടുതലായിട്ട് ആവശ്യമില്ല. വലിയ തക്കാളിയാണെങ്കിൽ ഒരു 3/4 ഭാഗമൊക്കെ എടുത്താലും മതി. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ വേവിച്ചെടുക്കാനുള്ളതാണ്, ഫ്രൈ ചെയ്തെടുക്കാനുള്ളതൊന്നുമല്ല. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 വലിയ ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞതിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉപ്പൊന്നും ഇടാതെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറിയിട്ട് ബ്രൗൺ കളറായി കിട്ടണം. ആ ഒരു സമയത്ത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഉള്ളി ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഉള്ളി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന സവാളയാണ് ഈ ഒരു ചിക്കനിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് ചേർക്കുമ്പോഴാണ് ഈ ചിക്കൻ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാള മുഴുവനായിട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ പച്ചമുളക് അത്യാവശ്യം എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവ രണ്ടും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതന്നെ മതിയാവും ചിക്കൻ വെന്ത് കിട്ടാനും. അപ്പോൾ അടച്ച് വെച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല, എന്നാലും ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ട് മിക്സാക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഏകദേശമൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനം കുറച്ച് മല്ലിയില ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മല്ലിയില ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് സമയം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം നല്ല കറക്റ്റായിട്ട് ടേസ്റ്റും ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.